flexibility in modern dancing. Perfect. ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. യൂഷ്വലി ഞാൻ ഓർക്കും എണീറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധം വരുള്ളൂ. ഞാൻ എപ്പോഴും വിചാരിക്കും രാവിലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന്. ബൈ ദ വേ, ഇന്നത്തെ വീഡിയോ ഇസ് എ പീരിയഡ് ഡേ ഇൻ മൈ ലൈഫ്. എനിക്കിന്ന് പീരിയഡ്സിൻ്റെ ഡേ 3 ആണ്. ബട്ട് പെയിൻ ഇല്ല, ബട്ട് നല്ല ഫ്ലോ ഒക്കെ ഉണ്ട്. ഫസ്റ്റും സെക്കൻഡ് ഡേ ഞാൻ മറ്റേ ഇഴഞ്ഞൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു ലൈക്ക് ഒരു പീരിയഡ് ഡേ ഇൻ മൈ ലൈഫ് പോലെ ഷൂട്ട് ചെയ്യണം. കാരണം ഐ സോ മെനി വീഡിയോസ് ഓൺ ദാറ്റ്. ബട്ട് ഇതിൽ നിങ്ങൾക്ക് അങ്ങനെ പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ട് ഭയങ്കര ഇൻഫർമേഷൻ ഒന്നും ഉണ്ടാവില്ല. എൻ്റെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് മേ ബി കുറച്ച് പേർക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ ആയിരിക്കും. കാരണം എനിക്ക് കുറച്ചധികം കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് ഇനിയും അതേപോലത്തെ വീഡിയോ ചെയ്യാം. അത് കഴിഞ്ഞ് ഞാൻ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എനിക്കും അമ്മയ്ക്കും സെയിം ടൈമാണ് പീരിയഡ്സിൻ്റെ. സോ രണ്ടുപേർക്കും പീരിയഡ്സ് ആണ്. സോ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തട്ടിക്കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. മീൻസ് എൻ്റെ മറ്റെന്താ സോപ്പ്, ചീപ്പ്, പേസ്റ്റ് അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ക്യൂട്ട് ബ്രഷ് കണ്ടു. അപ്പോൾ ഞാനതും കൊണ്ട് വാങ്ങിച്ചു. എനിക്കെന്ത് ഇതൊക്കെ കാണുമ്പോൾ സ്റ്റിൽ ഭയങ്കര ഒബ്സഷനാണ്. മീൻസ് എനിക്ക് കുട്ടിക്കാലത്ത് അങ്ങനെ അധികം ബാർബി അങ്ങനെ സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ബട്ട് ഇപ്പോൾ കിട്ടുമ്പോൾ നമ്മളത് മുതലെടുക്കണമല്ലോ. പിന്നെ നമ്മുടെ സോളിന് എത്ര ഏജ് ആണ് എന്നുള്ളതാണ്, നമ്മുടെ ലുക്ക് വൈസിട്ടല്ലല്ലോ. എനിവേ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു. മീൻസ് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു, യൂണിഫോംസൊക്കെ. സോ അതെല്ലാം വാഷ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി. എൻ്റെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ള അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കും. പിന്നെ പോയിട്ട് സ്കിൻ കെയർ ചെയ്യാൻ നിന്നു. കുളിച്ചിട്ട് വന്നിട്ട് സ്കിൻ കെയർ ചെയ്യാൻ ഒരു പ്രത്യേക സുഖമാണ്. കാരണം ഭയങ്കര ഫ്രഷ് ഫീൽ ആയിരിക്കുമല്ലോ. എസ്പെഷ്യലി നമ്മൾ ഈ പീരിയഡ്സ് ടൈമിൽ നിന്ന് കുളിക്കുമ്പോൾ കിട്ടുന്ന സുഖം അത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് രാവിലെ എണീറ്റ് കുളിക്കുന്ന സ്വഭാവം അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ കുളിക്കും, തോന്നുമ്പോൾ ലൈക്ക് കുളിക്കാതിരിക്കില്ല, പക്ഷെ തോന്നുമ്പോൾ ഞാൻ കുളിക്കും. രാവിലെ വെളുപ്പിനെ എണീറ്റ് കുളിക്കുന്നു അങ്ങനെയൊന്നും എനിക്ക് സ്വഭാവമൊന്നുമില്ല ഇവിടെ. അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ജസ്റ്റ് അത് ഓരോരുത്തരുടെ രീതിയാണ് കേട്ടോ. ചിലർ രാവിലെ എണീറ്റ് കുളിക്കുമ്പോൾ അവർക്ക് ഫ്രഷ് ആയിട്ട് തോന്നും. പിന്നെ ചിലരുടെ ഞാനിങ്ങനെ പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ഇങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് കുളിക്കണം, അങ്ങനെ ആവണം, തുളസി തൊടാൻ പാടില്ല, അടുക്കളയിൽ കയറാൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് മിത്തുകളുണ്ടല്ലോ. മിത്ത് മീൻസ് അങ്ങനത്തെ കുറച്ച് അന്ധവിശ്വാസം എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. എനിവേ, അതിവിടെ പറയേണ്ട കാര്യമില്ല. ബട്ട് അപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാനിതിപ്പോൾ ഉച്ചയായപ്പോഴാണ് എന്തുവാണ് കുളിച്ചത്. അപ്പം ഞാൻ പോയിട്ട് നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യും. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുളിച്ച് കഴിയുമ്പോൾ സ്കിൻ കെയർ ചെയ്യാൻ ഭയങ്കര ഒരു ബൂസ്റ്റ് കിട്ടും. പിന്നെ ഞാനിങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ജിമ്മിലൊക്കെ പോകുമ്പോഴും എന്നെ ഭയങ്കര ടേക്ക് കെയർ ചെയ്യുമ്പോൾ ബെഡൊക്കെ മേക്ക് ചെയ്ത് റൂമൊക്കെ ക്ലീൻ ചെയ്തിടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രൊഡക്ടിവിറ്റി തോന്നും. മീൻസ് ഞാൻ തന്നെ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നുള്ള പോലെ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ കാണാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും പഠിക്കുന്നത്. എനിക്ക് പഠിക്കുന്ന സമയത്ത് അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല. മീൻസ് ഞാനങ്ങനെ ഭയങ്കര ഇരുന്ന് പഠിക്കുന്ന ഒരാളും അല്ല. പിന്നെ എനിക്കങ്ങനെ പഠിക്കുന്ന സമയത്ത് ക്യാമറ റെക്കോർഡ് ചെയ്ത് ഞാനങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരാളും അല്ല. ഓക്കെ, സോ അതാണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും ഇതിനകത്ത് കാണാത്തത്. പിന്നെ നമ്മൾ ഫേസിൽ മാത്രം പോരാ, നമ്മൾ ബോഡിയും കെയർ ചെയ്യണം. ഞാൻ ഓൾറെഡി ബോഡിയിൽ മറ്റേ AHA ബോഡി ലോഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ടാനൊക്കെ മാറ്റാൻ നല്ലതാണ്. എന്നോട് ടാൻ മാറ്റാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനും ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. ഡെഫിനറ്റ്ലി എനിക്ക് വർക്ക് ആവുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എനിക്ക് കയ്യിലിങ്ങനെ സൺസ്ക്രീൻ ക്രീമായിട്ട് ഇടാൻ വയ്യാത്തതുകൊണ്ട് ഓൾറെഡി ബോഡി ലോഷൻ ഇട്ടേക്കുവാണല്ലോ, ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഫേസിൽ ഞാൻ സൺസ്ക്രീൻ ക്രീം തന്നെ ഇട്ട് കൊടുത്തു. ന്യൂട്രോജീനയുടെ ആണ്. ഇതിന് ചെറിയ വൈറ്റ് കാസ്റ്റ് ഉണ്ട്, ബട്ട് സ്റ്റിൽ നല്ല പ്രൊട്ടക്ഷൻ. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ എൻ്റെ ബോഡിയും ദേഹത്തൊക്കെ ഉണ്ടാകുന്ന ഗ്ലോ കണ്ടോ, ലൈക്ക് ബോഡി ഓയിലൊക്കെ തേക്കുമ്പോൾ നല്ല ഗ്ലോ വരും. ലൈക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു. സോ ഞാൻ പോയി പിസ്ത ഷേക്ക് കുടിച്ച് രാത്രിത്തെ ഡിന്നർ കപ്പയായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചതിന് ശേഷം ബാക്കി കാണും. ഹലോ, അപ്പം ഇത് എൻഡ് ഓഫ് ദിസ് വീഡിയോ ആണ്. ആൻഡ് ഇതിലിപ്പോൾ നിങ്ങൾക്ക് പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ട് ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടുണ്ടാവില്ല എന്നെനിക്കറിയാം. ബട്ട് ലെറ്റ് മീ ടെൽ യു മൈ എക്സ്പീരിയൻസ്. ലൈക്ക് എനിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് തീരെയും അങ്ങനെ എനിക്ക് എൻ്റെ 8th സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് ഫസ്റ്റ് പീരിയഡ്സ് ആവുന്നത്. സോ അന്ന് മുതൽ ഈ പീരീഡ് ആവുന്ന വരെ വാസ് ലൈക്ക് വെരി ഫ്ലോ ആണുള്ളത്. വളരെ ചുരുങ്ങിയ സമയങ്ങളാണ് കുറച്ചെങ്കിലും ബ്ലഡ് അധികം വന്നിട്ടില്ലെങ്കിൽ കുറച്ചെങ്കിലും ബ്ലീഡിങ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ദിസ് വാസ് മൈ ഫസ്റ്റ് ടൈം ഹാവിങ് ദിസ് മച്ച് ബ്ലീഡിങ് ആൻഡ് ദിസ് മച്ച് പെയിൻ. അങ്ങനെയൊക്കെ കഴിഞ്ഞ എൻ്റെ പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ലിറ്ററലി ത്രൂ ഔട്ട് ദ നൈറ്റ് അമ്മയ്ക്കും ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ കാറി കൂവി വിളിച്ചിട്ടാണ് ഇരുന്നത്. അങ്ങനെ പിന്നെ മോർണിംഗ് ആയിട്ട് മരുന്നൊക്കെ കഴിച്ചപ്പോൾ ഞാൻ പിന്നെ ഓക്കെ ആയി. ആൻഡ് ദിസ് ഇസ് മൈ 3rd ഡേ ആൻഡ് നാളെ 4th ഡേ ആണ്. എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റിയിട്ടില്ല ഈ 3 ദിവസം. മീൻസ് ഇന്ന് സൺഡേ ആണ്, ഇന്ന് ജിമ്മില്ല. ബട്ട് ഐ കുഡിന്റ് മേക്ക് ഇറ്റ് ഫ്രൈഡേയും സാറ്റർഡേ ഒന്നും എനിക്ക് ജിമ്മിൽ പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ പറയാം, നമ്മുടെ ഈ പാഡിൻ്റെ ഒരു മിനി വേർഷൻ ഉണ്ട്, വിച്ച് ഇസ് പാൻറ്റിലൈനർ. ലൈക്ക് നമുക്ക് അധികം ഫ്ലോ ഇല്ലെങ്കിൽ കുറച്ചൊക്കെ സ്പോർട്ടിംഗ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പാൻറ്റിലൈനർ. ഞാൻ അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇപ്പോൾ ലൈക്ക് ഐ എം യൂസിങ് എ XXL പാഡ്. ലൈക്ക് അത്രയ്ക്കും ഡിഫറൻസ് ആണ് ഒരു എൻ്റെ ലൈഫിലോട്ട് പെട്ടെന്ന് വന്നത്. സോ ഐ വാസ് വെരി സ്റ്റക്ക്. കാരണം എനിക്ക് ഈ പീരിയഡ്സ് എന്ന് പറയുമ്പോൾ
അത് വരുന്നു പോകുന്നു, ഞാൻ അറിയുന്നില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു മിക്ക സമയം. പിന്നെ കുറച്ച് റീസെൻ്റ്ലി ആണ് കുറച്ച് പെയിൻ എന്നുള്ള സാധനം കുറച്ച് വന്നത്. അതിൻ്റെ ഇപ്പോൾ ഈ വട്ടം ഒടുക്കത്തെ പെയിനായിരുന്നു. സോ എല്ലാം ഉണ്ടായിരുന്നു, നടുവേദന, വയറുവേദന, എല്ലാ വേദനയും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വന്നു എന്നൊക്കെ. എനിവേ, ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ലൈക്ക് ജസ്റ്റ് കോമെൻറ്റ് ഡൗൺ ബിലോ. ഞാൻ എൻ്റെ അഭിപ്രായം പറയും. ആൻഡ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് പറയൂ. ഐ റിയലി ലൈക്ക് ടു ലൈക്ക് റീഡ് യുവർ കമൻറ്റ്സ് ആൻഡ് നോ യുവർ അഭിപ്രായങ്ങൾ, എവറിത്തിങ്. സോ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. ആൻഡ് ഞാനിവിടെ ഇരുന്ന് ഇതുവരെ അങ്ങ് സംസാരിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വെച്ചാൽ എനിക്കിനി കുറേ നോട്ട് എഴുതാനുണ്ട്, റെക്കോർഡ്, അസൈൻമെൻറ്റ്, കുറേ സാധനങ്ങൾ എഴുതി തീർക്കാനൊക്കെ ഉണ്ട്. ഈ 2 ദിവസം ഞാൻ ഒന്നും ചെയ്തില്ല. ഐ എം ജസ്റ്റ് സ്ലീപ്പിംഗ്, അല്ലെങ്കിൽ ഇരിക്കുന്നു, എണീറ്റിരിക്കുന്നു, കിടക്കുന്നു, അങ്ങനെയായിരുന്നു. വേറെ ഒരു ജോലി ഫോണിൽ നോക്കുന്നു. ഇത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇഷ്ടപ്പെട്ട ഫുഡും സ്നാക്സൊക്കെ കഴിക്കുന്നു, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഇനി അങ്ങനെ ഇരുന്നാൽ പറ്റില്ല. അതുകൊണ്ട് നമുക്കിനി ബോർഡ് എക്സാംസിന് അധികം ദൂരമില്ല. എനിക്കൊരു തേങ്ങയും അറിയില്ല എന്നുള്ള അവസ്ഥയിലാണ്. സോ ഇനി പഠിക്കണം. അപ്പം ഇറ്റ് വാസ് ലൈക്ക് എ വെരി നോർമൽ, കാഷ്വൽ ഡേ, ലൈക്ക് ഒന്നും ചെയ്യാത്ത ഒരു നോർമൽ ദിവസം പോലെ. മീൻസ് ഇങ്ങനെയായിരിക്കും, ചില എക്സൈറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തൊരു ദിവസം എന്ന് പറയില്ല, അതേപോലെ ദിവസം. ആക്ച്വലി എനിക്ക് കുറച്ച് പാഴ്സൽസ് വന്നിട്ടുണ്ട്, ബട്ട് അത് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല ബിക്കോസ് എനിക്ക് വയ്യ ഓപ്പൺ ചെയ്യാൻ. അത് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ബിക്കോസ് ഇന്ന് ഇപ്പം എന്തായാലും ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ഇപ്പം എനിക്ക് കുറേ എഴുതാനുണ്ട്. സോ ഇനി ഞാൻ സംസാരിക്കുന്നില്ല. സോ ഞാൻ ഇനി പോയിട്ട് ബിഗ് ബോസ് കണ്ട്, വീക്കെൻഡ് എപ്പിസോഡാണല്ലോ, ബിഗ് ബോസ് കാണുന്നു, നോട്ട് എഴുതുന്നു, കിടന്നുറങ്ങുന്നു. നാളെയും കൂടെ ഞാൻ ജിമ്മിൽ പോകില്ല ബിക്കോസ് എനിക്ക് അത്ര പറ്റില്ല. മറ്റന്നാൾ മുതൽ ബാക്ക് ടു ജിം. ആൻഡ് ഡയറ്റും എടുക്കണം. എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് മുന്നേ ഒരു ഗോളുണ്ട്, ബട്ട് അതിനുവേണ്ടി ഞാൻ ഇതുവരെ ഡയറ്റ് തുടങ്ങിയിട്ടില്ല. ആക്ച്വലി എനിക്കൊരു 1 മന്ത് ഞാൻ പ്രോപ്പർലി ഡയറ്റ് എടുത്താൽ എനിക്ക് അത്ര കുറച്ചാൽ മതി എനിക്ക്. ഇവിടെ 1 മന്ത് ഞാൻ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും കൂടെ ഐസ്ക്രീം കഴിച്ചിട്ടാണ് ഞാൻ വന്നിരുന്ന് പറയുന്നത്. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, വെള്ളം കുടിക്കണം. ഇത് ചൂടുള്ളതാണ്, ചെറിയ ചൂടുണ്ട്. സോ അത് കുടിക്കുന്നത് നല്ല ആശ്വാസമായിരിക്കും. ഇതൊക്കെ കുറേ പേർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്കും ഉണ്ടാവും. സോ എൻ്റെ എക്സ്പീരിയൻസ് വാസ് ടു ഹൊറിബിൾ. ഉറക്കാത്ത രാത്രിയായിരുന്നു എൻ്റെത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ലൈക്ക് ഒരു ഗേളായിട്ട് ജനിച്ചാൽ ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ലൈഫ് എന്നുള്ള പോലെ. ഓക്കെ, അപ്പം അത്രയും ഇന്നത്തെ ഒരു സ്മാൾ ക്യൂട്ട് കുട്ടി വീഡിയോ. നിങ്ങൾ ഡെയിലി വീഡിയോ ഇടാൻ പറയുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം. ബിക്കോസ് ലൈക്ക് എൻ്റെ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ആർ ലൈക്ക് ദിസ്. ഇപ്പോൾ പീരിയഡ്സ് ഇല്ലാത്ത ദിവസങ്ങളിൽ പിന്നെ ഞാൻ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യും. എനിക്കിന്ന് ഞാൻ ബേസിക്കലി ഒരു ഷൂട്ട് പ്ലാൻ ചെയ്തതാണ്, അത് പറ്റിയില്ല. ഇന്നലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇന്നലെ എൻ്റെ ലെഗ് ഡേ ആയിരുന്നു. ഞാൻ എൻ്റെ ലെഗ് ഡേ ഒരിക്കലും മിസ് ചെയ്യാൻ എനിക്ക് എന്നെക്കൊണ്ട് ഒട്ടും വയ്യെങ്കിൽ മാത്രമേ ഞാൻ ലെഗ് സ്കിപ്പ് ചെയ്യാറുള്ളൂ. പക്ഷേ നല്ല ലെഗ് സ്കിപ്പായി. അങ്ങനെയൊക്കെ ഇരിക്കുന്നൊരു ദിവസമാണ്. എനിവേ, അത്രേ ഉള്ളൂ. ഞാൻ ഇനി ഒരുപാട് സംസാരിക്കുന്നില്ല. സി യു നെക്സ്റ്റ് വീഡിയോ. ഞാൻ എൻ്റെ 6 AM ജിമ്മിൽ പോകുന്ന റൂട്ടീനൊക്കെ ചെയ്യാം. 6 മണി മുതൽ വൈകുന്നേരം രാത്രി വരെയുള്ള എൻ്റെ റൂട്ടീൻ ഞാൻ ഒരു വ്ളോഗിലായിട്ട് ചെയ്യാം. ബട്ട് ഇപ്പം ഉടനെ ഒന്നും പ്രതീക്ഷിക്കരുത്, കാരണം ഇതൊന്നും പീരിയഡ്സ് ഒന്നും മാറിയിട്ട് ഞാൻ ബാക്ക് ടു ട്രാക്ക് ആയതിനു ശേഷം ഞാൻ ചെയ്യാം.